പറഞ്ഞില്ലേ കിടുക്കൻ കപ്പ ബിരിയാണി. ഇത് പറഞ്ഞ രഞ്ജിത്തിന്റെ തട്ടുകട. പൊറോട്ട. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മക്കു കുക്കു യൂട്യൂബ് ചാനൽ. കുക്കു അവിടെ ഉണ്ട്. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറയാമോ? സമയം 9:15 സമയം. ഞാൻ എപ്പോഴും ലൈവിൽ പറയത്തില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കപ്പ ബിരിയാണി. അപ്പൊ ഞാൻ കപ്പ ബിരിയാണി വാങ്ങിക്കാൻ പോവാണ്. അപ്പം പറച്ചില് മാത്രല്ലേ ഉള്ളൂ, കാണുമോന്നും അറിയത്തില്ല കേട്ടോ. അപ്പൊ എപ്പോഴും പറയുന്നത് കൊണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാം. കണ്ടക്കൂര് ഇരുട്ടാ. റെഡി, സാരഥി റെഡി. ഞാൻ ഹെൽമെറ്റ് വെച്ചില്ല. ഹൗ മച്ച് വെക്കാം. സ്കൂബിനെ വേണ്ട. സ്കൂബി നിങ്ങൾക്കല്ലേ ആരോ ഇന്ന് ചോദിച്ചു. അതിന്റെ ഒച്ച ഒന്ന് മാറ്റാവോ? ആരോ ഇന്ന് ചോദിച്ചതേ ഉള്ളൂ പപ്പീനെ കാണിക്കാൻ. ഇതാണ്ട് ഇതാണ് ഞങ്ങളുടെ സ്കൂബി. വൈകുന്നേരം രാത്രി കർമ്മങ്ങളൊക്കെ നടത്താൻ എന്തുവാ ഷോ അതൊക്കെ ചെയ്യാൻ പോയ കിട്ടതാണ്. അപ്പോ കുക്കുന്റെ ലേസർ കടന്ന് കണ്ടോ, അവിടുന്ന് പുറപ്പെടുന്ന കാണാമോ? ഇതപ്പം പോട്ടെ, കാണിക്കാം നിങ്ങളെ. ഞങ്ങളുടെ അമ്പലം കാണിക്കാവേ നിങ്ങളെ. ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഇതാ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ അമ്പലത്തിലോട്ട്. അയ്യോ, എന്റെ മുഖത്ത് വരെ പോലീസൊക്കെ കാണുമല്ലേ? പോലീസോട്ടല്ല എന്താ, നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, ലൈസൻസും ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് എപ്പോ വേണേ യാത്ര ചെയ്യാം. ഒട്ടും കാണാത്ത ഇരട്ടയില്ലാത്ത മെയിൻ കയറി ഇത്രല്ല. കാണുന്നില്ല. പുതിയ സബ്സ്ക്രൈബറിനെ കിട്ടി. സബ്സ്ക്രൈബ് ചെയ്യിക്കോ, വെയിറ്റ് ചെയ്യാൻ. അതിനടി ഒരു മിനിറ്റ്. ട്രീ ഒക്കെ ഇട്ടു ഗായ്സ്. ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് സ്റ്റാറും ഒക്കെ കണ്ടിട്ട് എനിക്ക് കുളിരിടുന്നു. സ്റ്റാർ ക്രിസ്മസ് സ്റ്റാറുകൾ. എനിക്കിത് കാണുന്ന പോലെ സന്തോഷം വേറെ ഒന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള സമയം അവിടെയൊക്കെ കണ്ടോ, നിങ്ങൾ മിന്നുന്നത് കണ്ടോ? സോ ക്യൂട്ട്. അങ്ങനെ ഞങ്ങളുടെ കവല എത്താറായി. നിങ്ങൾക്ക് കേൾക്കാവോന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനങ്ങ് എടുത്ത് വെക്കുക. വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ എനിക്ക് മടിയാ. ഇതാണ് ഞങ്ങളുടെ ജംഗ്ഷൻ. നീ ഇവിടെയാണോ കട? ഞാൻ മനസ്സിൽ കണ്ട കട ഇവിടെയല്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കട. നിങ്ങളൊക്കെ കാണിച്ചു തരാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട്. ഇതാണ് കട. രഞ്ജിത്തിന്റെ തട്ടുകട. കിടുക്കൻ കപ്പ ബിരിയാണി. നിങ്ങൾക്ക് ഞാൻ സത്യമായിട്ടും പറയുക, കാണിച്ചു തരാം. പറയടി. കപ്പ ബിരിയാണി കഴിഞ്ഞ് പൊറോട്ട ബീഫ് ഫ്രൈയും ചിക്കൻ. വേറെ എന്നാ അടിയുള്ള? അത് വേണ്ട. എനിക്ക് സങ്കടമായി. കപ്പ ബിരിയാണി തീർന്നു. ഇത്രയും ലേറ്റ് ആയില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല കിടുക്കൻ കപ്പ ബിരിയാണി. ഇത് പറഞ്ഞ രഞ്ജിത്തിന്റെ തട്ടുകട. എടുക്ക് പോട്ടെ. താങ്ക് യു. ഒരു കുഞ്ഞായിരിക്കുന്നു മിടുക്കൻ. അങ്ങനെ വേണം പിള്ളേരൊക്കെ ആയ. വീട്ടിലുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. സാധനം കിട്ടി. അച്ഛനാണോ ഓടിയത്? പക്ഷെ കപ്പ ബിരിയാണി കിട്ടിയില്ല. അതെനിക്ക് ഭയങ്കര വിഷമായി പോയി. അതിങ്ങനെ നേരത്തും കാലത്തും വന്നല്ലേ കപ്പ ബിരിയാണിയൊക്കെ കിട്ടത്തുള്ളൂ. രഞ്ജിത്തേൻ്റെ തട്ടുകട. ഇവിടെ വന്നാൽ സൂപ്പർ കപ്പ ബിരിയാണി കിട്ടും, നല്ല ബീഫ് കിട്ടും, നല്ല ചിക്കൻ ഫ്രൈ കിട്ടും. എല്ലാം നല്ലതാ, ഒന്നും മോശമില്ല. അപ്പോൾ പോട്ടെ.